മുസ്ലിം ലീഗ് നേതാക്കളുമായി ദില്ലിയിൽ കൂടിക്കാഴ്ച നടത്തി പി വി അൻവർ എം.എൽ.എ. ഇ.ടി. മുഹമ്മദ് ബഷീർ, പി വി അബ്ദുൽ വഹാബ് എന്നിവരെയാണ് കണ്ടത്. സാധാരണ കൂടിക്കാഴ്ചയെന്നാണെന്നും ലീഗിലേക്ക് ചേക്കേറുന്നുവെന്ന് വ്യാഖ്യാനിക്കേണ്ട എന്നും അൻവർ റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു. കെ.പി.സി.സി അധ്യക്ഷൻ കെ സുധാകരനുമായിട്ടും അൻവർ ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതുവരെ നമ്മളൊരു സോഷ്യൽ സംഘടന ആയിരുന്നു, അതിൽ നിന്ന് ഒരു പൊളിറ്റിക്കൽ സംഘടനയിലേക്ക് നമ്മൾ മാറുകയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. ലീഗ് നേതാക്കളുമായ കൂടിക്കാഴ്ച വെറും സന്ദർശനം സംസാരം അത്രേ ഉണ്ടാകും. കാര്യമായിട്ടുള്ള പൊളിറ്റിക്സ് ഒന്നുമില്ല. ഇന്നലെ കെ സുധാകരനെ കണ്ടിരുന്നു, രമേശ് ചെന്നിത്തലയെ കണ്ടിരുന്നു, എല്ലാവരും ഇവിടെ ഉണ്ട്. ആദിൽ പാലോടിന്റെ വിവരങ്ങളുമായി. അതിലിപ്പോൾ ലീഗിലേക്ക് ചേക്കേറുന്നില്ല എന്ന് പറയുന്നു, അതേസമയം UDF-ലേക്ക് പോവുകയാണ് എന്നതിന്റെ സൂചനകളാണോ നമുക്ക് ലഭിക്കുന്നത്? ഇന്നലെ സുധാകരനെ കാണുന്നു, ചെന്നിത്തലയെ കാണുന്നു, ഇന്നിപ്പോൾ ലീഗ് നേതാക്കളെയും കാണുന്നു. ഉറപ്പായും അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടി വരും. കാരണം UDF-ന് കൃത്യമായ പിന്തുണ പാലക്കാടും വയനാടും ഉപതെരഞ്ഞെടുപ്പുകളിൽ നൽകിയിരുന്നു. പി വി അൻവർ പിന്തുണ നൽകുന്ന, അല്ലെങ്കിൽ പി വി അൻവർ പ്രസ്ഥാനമെന്ന് വിശേഷിപ്പിക്കുന്ന DMK. ആ നിലയിൽ പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായി UDF-നൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനുള്ള തീരുമാനം ഇതിനോടകം തന്നെ എടുത്തിട്ടുണ്ട്. പക്ഷേ DMK എന്നത് ഒരു സോഷ്യലിസ്റ്റ് സംഘം, ഒരു സ്വതന്ത്ര സംഘം എന്ന രൂപത്തിൽ മാത്രമാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയായി രജിസ്റ്റർ ചെയ്തിട്ടില്ല. DMK എന്ന് തമിഴ്നാട്ടിൽ പാർട്ടിയുണ്ട്. അതിൻ്റെ കേരള ഘടകമായി മാറാനുള്ള ശ്രമങ്ങൾ പക്ഷേ പരാജയപ്പെടുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായി സഹകരിച്ച് തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള മറ്റ് ദേശീയ രാഷ്ട്രീയ പാർട്ടികളുമായി സംസാരിക്കുന്നുണ്ട് പി വി അൻവറും സംഘവും. അതിലേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി, തൃണമൂൽ കോൺഗ്രസ് തന്നെയാണ് ആദ്യ പരിഗണനയിലുള്ളത്. അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു പാർട്ടിയുമായി ചേർന്ന് കേരളത്തിൻ്റെ ഘടകമായി ഒരു രാഷ്ട്രീയ പാർട്ടിയായി മാറുക എന്നതാണ് പി വി അൻവർ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. അങ്ങനെ മാറുമ്പോൾ പിന്നീട് UDF-ഉമായിട്ടുള്ള ധാരണകൾ എന്തൊക്കെയാകും എന്നുള്ളതാണ് ഇപ്പോഴുള്ള പി വി അൻവറിൻ്റെ ചർച്ചകളിൽ പ്രധാനപ്പെട്ട വിഷയം. ഈ സൗഹൃദ സംഭാഷണം എന്നൊക്കെ പറയുമ്പോഴും തൻ്റെ രാഷ്ട്രീയ പാർട്ടി രൂപീകരണം അടക്കമുള്ള കാര്യങ്ങളിൽ UDF നേതാക്കളുമായി ആശയവിനിമയം നടത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട അജണ്ടയായി തന്നെ മാറുന്നുണ്ട്. ഇന്നലെ കെ സുധാകരൻ KPCC അധ്യക്ഷനെ ദില്ലിയിൽ കണ്ടിരുന്നു, രമേശ് ചെന്നിത്തലയെ കണ്ടിരുന്നു. ഇന്നാകട്ടെ ഇ.ടി. മുഹമ്മദ് ബഷീർ എം.പി, പി വി അബ്ദുൽ വഹാബ് എം.പി മുസ്ലിം ലീഗ് നേതാക്കളുമായുള്ള ചർച്ചയും നടത്തുന്നു. ഉടൻ തന്നെ രാഷ്ട്രീയ പാർട്ടി രൂപീകരണം ഉണ്ടാകും. അതിനുശേഷം UDF-ഉമായിട്ടുള്ള സഹകരണം പുറത്തുനിന്നാണോ അകത്തുനിന്നാണോ, UDF-ൻ്റെ ഘടകകക്ഷിയാവുകയാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ പ്രാഥമിക ധാരണ കൂടി ഈ ചർച്ചകൾ ഉരുത്തിരിഞ്ഞു വരുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല, സ്വാഭാവികമായും മലപ്പുറത്തു നിന്നുള്ള ചില നിയമസഭാ സീറ്റുകളുടെ കാര്യത്തിലും അൻവറിന് പ്രതീക്ഷയുണ്ട്, അല്ലെങ്കിൽ നിയമസഭാ സീറ്റുകൾ കിട്ടുമെന്ന പ്രതീക്ഷയുണ്ട്. അങ്ങനെയെങ്കിൽ UDF മുസ്ലിം ലീഗിൻ്റെ സീറ്റുകൾ നൽകുമോ എന്ന കാര്യത്തിലൊക്കെ പ്രാഥമികമായ കൂടിയാലോചനകളും ചർച്ചകളും ഒക്കെ തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്നവരും. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് കൂടിയാണ് ഈ ചർച്ചകളെ വ്യാഖ്യാനിക്കുകയും വിലയിരുത്തുകയും വേണ്ടത്. സ്മൃതി. ശരി, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. അൻവർ UDF-ലേക്ക് എന്നുള്ള സൂചനകൾ തന്നെയാണ് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.